മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. പ്രധാനമന്ത്രി നിയമത്തിന് അതീതനല്ല. ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിലപാട് ഞെട്ടിക്കുന്നത് എന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. I have filed a police complaint and it is really shocking that the police station refused to accept the complaint and I had to send the complaint to the police commissioner of Delhi. So the Prime Minister is a citizen of India. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ നടപടിക്കൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ബൻസ്വാഡ ജില്ലാ ഭരണകൂടത്തിനാണ് നിർദ്ദേശം നൽകിയത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പേരിനൊരു നടപടിയെന്ന രൂപത്തിലാണോ ഇപ്പോഴത്തെ ഈ നീക്കം? വേണു, ഒരു പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ബൻസ്വാഡ ജില്ലാ അധികൃതർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സാധാരണ നിലയിൽ അവർ അവിടെ ഹാജരുണ്ടാവുകയും അത് രേഖപ്പെടുത്തിയെടുക്കുകയും പതിവുണ്ട്. അത്തരത്തിലുള്ള ഉള്ളടക്കവും ഹാജരാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ ഈ ഉള്ളടക്കവും ദൃശ്യങ്ങളും ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് ലഭിച്ച ശേഷം ഇത് പരിശോധിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക. സാധാരണ നിലയിൽ ഗൗരവമുള്ള പരാതികൾ ആണ്, അല്ലെങ്കിൽ ഈ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നടപടികൾ എടുക്കാനുള്ള അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. സ്വാഭാവികമായിട്ടും പ്രചാരണത്തിൽ നിന്നും വിലക്കുന്നത് അടക്കമുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിൽ എന്ത് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും എന്നുള്ളതാണ് ഏവരും തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം ഇതിനകം തന്നെ 10,000-ലേറെ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചതായാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇത് വ്യാപകമായി തന്നെ പ്രചാരണ വിഷയമാക്കാനും പ്രതിഷേധിക്കാനുമുള്ള ആഹ്വാനം കോൺഗ്രസ് നൽകിയിട്ടുണ്ട് അണികൾക്ക്. കോൺഗ്രസ് ഔദ്യോഗികമായി ഇന്നലെ വൈകിട്ടോടെ പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഒപ്പം തന്നെ മറ്റ് പാർട്ടികളും പരാതി ഇമെയിലായും നേരിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ സാങ്കേതികമായ ഒരു പ്രശ്നം എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ വിവാദമായ ഭാഗം എന്നുള്ളത് അത് പ്രധാനമന്ത്രി ആ വാചകം പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി ജനങ്ങൾക്കും കേട്ടു നിൽക്കുന്നവർക്കും ആശയവിനിമയം ചെയ്യപ്പെടുന്ന വിധം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എന്നുള്ളത്. എന്നാൽ ആ വാചകം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല. ഈ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം അദ്ദേഹം കോട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രകടന പത്രികയെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിച്ച് ഏത് തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കും എന്നുള്ള കാര്യത്തിൽ അത് കമ്മീഷന്റെ തീരുമാനം വരും വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും ശക്തമായി തന്നെ ഈ വിഷയവുമായി മുന്നോട്ട് പോകാനും പരാതികൾ കൂടുതലായി നൽകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.